ലാലേട്ടാ നമ്മളപ്പോ ഓടിയും ചെയ്യല്ലേ? മനെ ഞാൻ ഈ പടം ചെയ്യുന്നില്ല. ലാലു, ആ പേട്രിയോട്ടിലെ ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഹിന്ദി ആക്ടേഴ്സിനെ കൊണ്ടോ പാൻ ഇന്ത്യൻ റീച്ചുള്ള ആരും കൊണ്ടൊക്കെ ചെയ്യിക്കാമെന്നാ ഇവര് പറയുന്നത്. അപ്പം ഞാനോർത്തു ഇത്രയും റീച്ചുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ. അതുകൊണ്ട് ലാലു ഈ ഒരു ക്യാരക്ടർ ചെയ്യണം. ഇച്ചാക്ക എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാനങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയും എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അതെന്താ? നമ്മൾ രണ്ടുപേരൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകളുടെ പ്രതീക്ഷ ഒരുപാടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനൊരു സിനിമ കൊടുത്താൽ അവർ ചിലപ്പോൾ നിരാശപ്പെടും. അതുകൊണ്ട് എനിക്ക് ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. ഡിക്യു, ഇതിലൊരു മാസ് ഡയലോഗുണ്ട്. ഇത് കൊത്ത. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. തിയേറ്റർ കത്തും. അത് ശരിയാ. ഈ സിനിമ തിയേറ്ററിൽ പോയി പ്രേക്ഷകർക്ക് കാണേണ്ടി വന്നാൽ അവരെന്തായാലും തിയേറ്റർ കത്തിക്കും. ഡോ, താനൊരു കാര്യം മനസ്സിലാക്കണം. വല്ലപ്പോഴുമാണ് ഞാൻ മലയാളത്തിലൊരു പടം ചെയ്യാൻ വരുന്നത്. അന്നേരം ഇമാതിരി ഒരു ബോംബുകളായിട്ട് താൻ എൻ്റെ മുന്നിൽ വരല്ലേ. അല്ലടിക്കൂ, ഇത് നമുക്കൊരു പാൻ ഇന്ത്യൻ പടമായിട്ട് ഇറക്കാം. ഇതെന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവും. അയ്യോ, സഹായിച്ചില്ലേലും ഉപദ്രവിക്കരുത്. ഞാനിതിലും തെലുങ്ക് പടത്തെ അഭിനയിച്ച് അവിടെ കാണാൻ ജീവിച്ചോളാം. അമ്മുക, ഈ പടത്തിൻ്റെ പേര് മാമാങ്കം. ഇത് കത്തും. കത്തില്ല, പറക്കും എയർലോട്ട്. ഈ എന്നെ നാട്ടുകാർ ട്രോളാനല്ലോടോ താൻ ഇമാതിരി ഒരു കഥയായിട്ട് എൻ്റെ മുന്നിലോട്ട് വന്നത്. ഇത് ഞാൻ ചെയ്യില്ല. അതെ 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 പക്ഷേ ഈ കഥാപാത്രം ഞാൻ തന്നെ എന്തുകൊണ്ട് ചെയ്യണമെന്ന് ഒന്ന് പറയാമോ? അത് ഫഫ, ഈ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ കഥയിൽ ഭയങ്കര പവർഫുള്ളാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നായകന് നാഷണൽ അവാർഡ് വരെ കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിന് വില്ലനായിട്ട് വരുന്നത് ഒരു നോർമൽ ഒരു ആക്ടറായ പോരാ, ഒരു സ്റ്റാർ തന്നെ വേണം. അതുകൊണ്ടാണ് ഫാഫ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ പൊന്നെണ്ണ, നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ സിനിമയിൽ സാരി ദേഹത്ത് വീണ അലർജി ഉള്ളൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, എന്താ എൻ്റെ പേര്? ശ്രീവല്ലി. ആ വള്ളി തന്നെ. അതിനെ പിടിച്ച് വേണമെങ്കിൽ വില്ലത്തിയാക്കിയേക്ക്. എന്നിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കി തരണം. എനിക്ക് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റത്തില്ല. എന്താ പടത്തിൻ്റെ പേര് പറഞ്ഞ്? കരം. നല്ല പേരാ കേട്ടോ. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റൂല. തിര പോലെ. തിര പോലെ ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചെന്നൈ പാസവും റൊമാൻസുമായിട്ടൊക്കെ അതുവഴി അങ്ങ് പൊക്കോളാം. ഇമാതിരി സാധനമൊന്നും ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല കേട്ടോ. ശരി എന്നാ. ലാൽ സാർ, ഈ ബറോസ് എന്ന് പറയുന്ന കഥ ലാൽ സാർ തന്നെ ഡയറക്റ്റ് ചെയ്യണം. അത് വേണോ മോനെ? വേണം സാർ. ഈ കഥ ലാൽ സാർ തന്നെ ഡയറക്റ്റ് ചെയ്യണം. കൂടാതെ ബറോസ് എന്ന് പറയുന്ന ക്യാരക്ടറല്ലേ, അത് ലാൽ സാർ തന്നെ അഭിനയിക്കണം. അത് ഞാൻ ചെയ്യാം. പക്ഷേ ഈ ഡയറക്ഷൻ എൻ്റെ ലാൽ സാർ. ഈ കഥയെപ്പറ്റി ഞാൻ നമ്മുടെ രാജുവിനോട് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അപ്പം രാജു എന്തോ പറഞ്ഞാന്നറിയാവോ? എന്താ പറഞ്ഞേ? ഈ കഥ ഡയറക്റ്റ് ചെയ്യാൻ ഈ ലോകത്ത് ലാൽ സാർ അല്ലാതെ വേറൊരാളില്ലെന്ന്. ആമോൻ അങ്ങനെ പറയൂ. ഞാനൊരു കാര്യം പറയാം. ഇത് നമ്മൾ ചെയ്യുന്നു എന്നല്ലേ? അല്ല, നമ്മളിത് ചെയ്യുന്നില്ല. അതെന്താ ലാൽ സാർ? എനിക്ക് വയ്യ ട്രോള് മേടിച്ചു കൂട്ടാൻ. ആ മരക്കാരൻ്റെയും ഒടിയൻ്റെയൊക്കെ ക്ഷീണം മാറി വരുന്നതേ ഉള്ളൂ. ലാൽ സാറേ. മോനെ, നീ പോയി അജീത്തു ജോസഫിനോട് ദൃശ്യത്തിൻ്റെ അടുത്ത പാർട്ടിറക്കാൻ പറ. നീ പോ മോനെ ആൻ്റണി. അപ്പോൾ NTR, ഇതാണ് വാർ 2. അല്ല, എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുക. നിങ്ങൾ ഏതെങ്കിലും പട്ടാളക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇമാതിരി ഒരു ഐറ്റങ്ങൾ പടച്ചുവിടാൻ തോന്നുന്നു? ഇതിനകത്ത് ഹൃതിക് റോഷൻ ഉണ്ട്. അല്ല, നിങ്ങളെ രണ്ടുപേരും കൂടെ വെച്ചിട്ട് ഞങ്ങളൊരു ഡാൻസ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൈ ത്രില്ലറിൽ ഡാൻസ്. സൂപ്പർ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും കൂടെ വെച്ച് ഒരു മ്യൂസിക് വീഡിയോ പ്ലാൻ ചെയ്യും. എന്നിട്ട് എന്നെ വിളി, ഞാൻ വന്ന് ഡാൻസ് കളിക്കാം. അല്ലാതെ ഇമാതിരി ഒരു പാസ യൂണിവേഴ്സിലോട്ട് എന്നെ വിളിച്ചേക്കല്ലേ. എന്നെ വിട്ടേക്ക് പ്ലീസ്. തലവരെ, ഇത് നമ്മുടെ നാഗാർജുനയാണ് വില്ലൻ. എന്തിന് ഇത്രയും ഗതികെട്ടൊരു വില്ലൻ എൻ്റെ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. അയാളാണ് ഒരുത്തനെ അടിച്ചടിച്ചടിച്ച് കൊന്നിട്ട് കുഴിച്ചു മൂടും. അവനാണ് ആ കുഴിക്കകത്തുനിന്ന് സിമ്പിളായിട്ട് എണീറ്റ് വരും. എന്തൊരു ദാരിദ്ര്യമാടോ. താൻ തന്നെയാണോ ഈ റോളക്സ് ഒക്കെ എഴുതിയത്? ഇതിൽ മിർജിയൊക്കെ ഉണ്ട് ഹിന്ദിന്ന്. ഒരു വീഡിയോ വലിക്കാനല്ലേ, ഞാൻ മേടിച്ചു കൊടുത്തോളാം. താൻ പോയി ആ LG കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഈ 90s ഉള്ളൊരു പടമില്ലേ, അങ്ങനെ ഒരു പടമാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെയാണ് ഇത് മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, നമുക്കിത് ചെയ്യണ്ട.
സൂര്യണ്ണ കഥ എങ്ങനെയുണ്ട്? അല്ല തനിക്ക് എന്തുവാ, ഈ പാസത്തിലായാലും കൈവശം തന്നിട്ടുണ്ടോ? അല്ലണ്ണ കിടിലൻ കഥയാ, പിന്നെ പെർഫോം ചെയ്യാനും ഒരുപാടുണ്ട്. ഓവ പെർഫോമൻസ് ഈ പടത്തിലെങ്ങനെ ഞാൻ അഭിനയിച്ച തൊണ്ട പൊട്ടി ഞാൻ ചാവും, അതുകൊണ്ട് എന്നെ വിട്ടേക്കണ്ണ. അപ്പൊ ലാലേട്ടാ ഇതാണ് മലൈക്കോട്ടെ വാലിബൻ. മോനെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, മോൻ്റെ സ്ഥിരം രീതിയിലാണോ ഈ സിനിമയും പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെ ലാലേട്ടാ, സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ്. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് നോ പ്ലാൻ ടു ഡു ദിസ് മൂവി. അതെന്താ? എന്നെ വെച്ച് ഇതിലൊരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്നതിന് പകരം ഇമാതിരി ഒരു പടം ചെയ്താൽ പൊട്ടും, അതും 8 നിലയിൽ തന്നെ. അതുകൊണ്ട് എനിക്ക് ഈ പടം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമൽ സാർ, നമ്മുടെ ഇന്ത്യൻ്റെ തിരിച്ചുവരവ് എങ്ങനെയുണ്ട്? ശങ്കർ, നീ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫിലിം മേക്കറാണ്, നിൻ്റെ വിഷനൊക്കെ വേറെ ലെവലാണ്. ഓ താങ്ക് യു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയെ പറ്റിയൊക്കെ ഒരു കഥ എഴുതുമ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു കൊച്ചുകുട്ടിയെങ്കിലും പിടിച്ചൊന്ന് അടുത്തിരുത്തണം. #ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ വരും പോലും. എന്ത് ദുരന്തമൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. നിനക്ക് പണം മുടക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കതല്ല ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റൂല. അയ്യോ ഇതെടുത്തിട്ടാണോ എനിക്ക് ഇന്ത്യൻ 3 എടുക്കാൻ? ഓ ഇനി അതുകൊണ്ട് എനിക്കേതായാലും ചെയ്യാൻ പറ്റൂല. പ്രഭാസ്കാരു, ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അത് കാണാൻ ആഞ്ജനേയ സ്വാമി, സാക്ഷാൽ ഹനുമാൻജി എന്തായാലും വരും. അതുകൊണ്ട് തിയേറ്റർ ഓണേഴ്സിനോടൊക്കെ ഞാൻ ഇപ്പോഴേ പറയും, ഒരു സീറ്റ് അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിടാൻ. അതുപോലൊരു സിനിമയാണ് എൻ്റെ മനസ്സിലുള്ളത്. നമ്മളായിട്ട് സീറ്റൊന്നും ഒഴിച്ചിടേണ്ടി വരില്ല. എന്താ? അല്ല, താനാണല്ലോ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2ാമത്തെ ദിവസം തൊട്ട് തിയേറ്ററിലോട്ടൊന്നും ആരും വരത്തില്ല, തിയേറ്റർ ഫുൾ കാലിയായിരിക്കും. ഹനുമാൻജിക്ക് എവിടെ വേണേലും വന്നിരിക്കാമല്ലോ. താനേതല്ലേ രാമായണമൊക്കെ എടുത്തൊന്ന് വായിക്ക്, എന്നിട്ട് തീരുമാനിക്കാം അത് സിനിമയാക്കണോ വേണ്ടയോന്ന്. ലാലേട്ട, ഈ കഥയിലെ ആ ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, അതും ലാലേട്ടൻ തന്നെ ചെയ്താൽ മതി. എന്തിനാ മോനെ ഞാൻ തന്നെ അത് ചെയ്യുന്നത്? പ്രണവ് ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ അവനോട് പറയാം, അവൻ വന്ന് ചെയ്യും. അയ്യോ അത് പറ്റില്ല, ഇതൊരു ക്ലാസിക് പടമാണ്. അപ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനും ലാലേട്ടൻ തന്നെ ചെയ്യണം. പിന്നെ ചെറുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് ചെയ്താൽ മതി. ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചെറുപ്പമാവും, പിന്നെ പിടിച്ചാൽ കിട്ടൂല. ആൻ്റണി, ഇയാളെ പിടിച്ച് പുറത്താക്ക്. അയ്യോ ലാലേട്ടാ, എനിക്കൊന്നും കേൾക്കണ്ട, താൻ ആരെ കൊണ്ട് വേണമെങ്കിലും ചെയ്യിപ്പിച്ചോ, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ശരിയെന്നാ. ജയറാം സാർ, ഈ പടത്തിലെ നായകൻ നമ്മുടെ പ്രഭാസ്കാരുമാണ്. ഓ പ്രഭാസ്കാരിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഒരു പുണ്യമാണ്. ഇത് കേട്ടിട്ട് തന്നെ. അല്ല, എൻ്റെ ക്യാരക്ടർ ഒരു ഫണ്ണി ടൈപ്പ് ക്യാരക്ടറാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ഓ അങ്ങനെയാണല്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ ശങ്കർ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ. അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അതെന്താ? ഓ ഞാൻ ഈ പാൻ ഇന്ത്യ പോയി ഇമാതിരി കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നിർത്തി. ഇതിലെ നായക നമ്മുടെ ജാൻവി കപൂറാണ്. ഓ സന്തോഷം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പാട്ടും ഡാൻസും വേണമെന്നല്ലേ ഞാൻ 5-6 കൊത്തി കേട്ടിട്ടുണ്ട്, നീ വേണേ കൂട്ടാം. അതല്ല, പിന്നെ താനീ എഴുതി വെച്ചേക്കുന്ന പോലൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പടം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ ഈ പേര് മാറ്റിയിട്ട് വേറൊരു പേര് വിളിക്കും. നാട്ടുകാർ എന്ത് വിളിക്കും? ഈ പടത്തിന് പെട്ടിന്നല്ല, ജാൻവി കപൂറിന്റെ ഷെഡിന്നായിരുന്നു പേരിടേണ്ടിയിരുന്നത്. എനിക്ക് ഒരാളോടല്ല, എല്ലാ ഡയറക്ടേഴ്സിനോടും പറയാനുള്ളത്, ഞാൻ അവൈലബിൾ ആണെന്ന് വിചാരിച്ച് കണ്ട പടക്ക കഥയായിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട. അതുപോലെ പോസ്റ്റർ വെക്കാനായിട്ട് എൻ്റെ ഫോട്ടോ മേടിച്ച് പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതും ഇനി തൊട്ട് വേണ്ട കേട്ടോ. കേട്ടല്ലോ.